ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയുമായിട്ടാണ്. ഡോമിനോസ് സ്റ്റൈൽ ടാക്കോ മെക്സിക്കാനോ റെസിപ്പി. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോകാം. ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അതിനേക്കാൾ ഇച്ചിരി സോഫ്റ്റ് ആയാൽ നല്ലത്. ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലേക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണേലും എടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് നമുക്കെടുക്കാം. ഒരു സോഫ്റ്റ് ഡോവായിട്ടാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ പുറത്തൊരല്പം ഓയിലും കൂടെ തടവിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായപ്പോഴത്തേന് ഒരു 6 റെഡ് ചില്ലി, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് എരിവുള്ള മുളകും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത്. ഇനി അതേ കടയിൽ തന്നെ ഞാനൊരല്പം മസ്റ്റാർഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 അനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റണം. ചെറിയ ചുമക്കുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതേ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന റെഡ് ചില്ലി ഒന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമുക്ക് കൈ കൊണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ കൈയൊക്കെ പുകയാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ മിക്സിയിലിടുവാണ്. ഈ റെഡ് ചില്ലിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ സവാള ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന റെഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മല്ലിയില കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പൊട്ടറ്റോസ് എടുത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്ത് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിക്കൂട്ടുണ്ടല്ലോ, അതുകൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആയത് കേട്ടോ. ആ ഒരു ഉപ്പും അതുപോലെ തന്നെ മുളകിൻ്റെ ആ ഒരു എരിവും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിയുള്ള മുളകും എടുക്കാം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഡൗ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് പൊടിയും കൂടെ വിതറിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് ഇത് നല്ലതായിട്ട് നീളത്തിലാക്കിയിട്ട് നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഇതുപോലെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ തന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. സാധാരണ ടാക്കോസ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തി പരത്തിന് അത്രയും വലുപ്പത്തിലില്ലെങ്കിലും ഞാനിത് ഇച്ചിരി വലുപ്പത്തിൽ തന്നെ പരത്തുകയാണ്. കാരണം ഫില്ലിങ് വെച്ചിട്ട് മടക്കുമ്പോഴത്തേനും അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി വലുപ്പത്തിൽ തന്നെയാണ് പരത്തിയെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുക്കുക എന്ന് വെച്ചാൽ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കരുത്. 2 സൈഡും ഒരു ചെറിയ രീതിയിൽ വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് ചുട്ടെടുത്താൽ മതി. ചെറിയൊരു റെഡ് ഷെയ്ഡ് വരുന്ന രീതിയിൽ മാത്രം ചുട്ടെടുത്താൽ മതി. ഇതേ ഒരു കളർ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടാക്കോ ഷീറ്റിലോട്ടും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുള്ളിൽ തന്നെ നമ്മൾ മൊസറല്ല ചീസും വെച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലിംഗ് ആയിട്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ പൊട്ടറ്റോ ഫില്ലിംഗ് വെക്കുന്നു. അതിൻ്റെ മുകളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വെക്കാം.
അപ്പോൾ ഈ ചീസാണ് ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് തരുന്ന കാര്യം. അപ്പോൾ അത് രണ്ട് സൈഡിലും നമ്മൾ ചീസ് വെച്ചിട്ട് ഇതുപോലെ മടക്കി ടാക്കോസ് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് എൻ്റെ കയ്യിലിരുന്നത് പരത്തിയിട്ട് ചെയ്തതാണ്. അതിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ മൊസറല്ല ചീസും വെച്ച് പൊട്ടറ്റോ ഫില്ലിംഗ് വെച്ച് അതിൻ്റെ മുകളിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കെല്ലാം അങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പാനിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ പാൻ വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചൂടായി വരുമ്പോഴത്തേന് നമ്മുടെ ഓരോ ടാക്കോസും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് രണ്ട് സൈഡും ക്രിസ്പി ആയിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് ശരിക്കുള്ള കറക്റ്റ് രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ നല്ല രീതിയിൽ ഫ്രൈ ആക്കുന്ന രീതിയിൽ തന്നെ നല്ലതായിട്ട് മൊരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. രണ്ട് സൈഡും ഇങ്ങനെ വൃത്തിയാക്കി നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പം നമ്മുടെ ടാക്കോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പരത്തി വെച്ചേക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെ ചുട്ടെടുത്ത് നമ്മുടെ ടാക്കോസ് ഇവിടെ റെഡിയാക്കി എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ടാക്കോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ടാക്കോസ് എന്ന് പറയുമ്പോൾ ക്രിസ്പി ആയിട്ടുള്ളതായിരിക്കും കുഞ്ഞുങ്ങൾ കഴിച്ചിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് തവയിലുള്ള ഒരു ഹെൽത്തി വേർഷനാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ക്രിസ്പി ആയിട്ടുള്ള ടാക്കോസ് ഒരു ദിവസം ഞാൻ സമയം പോലെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വൈകിട്ട് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ 4 മണിക്കത്തെ ഒരു സ്നാക്കായിട്ടോ രാവിലെയോ എപ്പോൾ വേണേലും നമുക്കിത് ചെയ്ത് കഴിക്കാവുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വെജ് ടാക്കോസ് റെസിപ്പിയാണ്. ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ബീഫ് ആണെങ്കിലും ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിലും വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഫില്ലിങ് ചെയ്തിട്ട് പൊട്ടറ്റോസിന് പകരമായിട്ടോ പൊട്ടറ്റോസിൻ്റെ കൂടെ ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു സ്നാക്കായിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. ടൊമാറ്റോസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഇനി ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിട്ട് നമ്മൾ വരുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.